ഇനിയെങ്കിലും നമ്മൾ ഉണർന്നേ മതിയാകും. വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ കണ്ണു തുറപ്പിക്കാൻ ഞങ്ങൾ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു ശരിയായിട്ടുള്ളത്. അടുത്ത ആഴ്ചത്തെ ബാങ്ക് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. സൺഡേ വല്ല നൈറ്റും ഉണ്ടോ എന്ന് നോക്ക്. ആൻസി, സൺഡേ നമ്മുടെ പെരുന്നാളാണ്, അത് നീ മറന്നോ? ഓ, അത് സാരമില്ല, നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാം. പെരുന്നാളിന് പള്ളിയിലേക്ക് 25 അപ്പം വീതം ഉണ്ടാക്കി കൊടുക്കാമെന്ന് നമ്മൾ സ്ത്രീ സമാജക്കാർ പൊതുയോഗത്തിൽ പറഞ്ഞതല്ലേ? 30 എണ്ണം കൊണ്ടുവരാമെന്ന് നീ ഗ്രൂപ്പിലിട്ടതല്ലേ? ഓ, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. ബാക്കി എല്ലാവരും കൊണ്ടുവരുന്നുണ്ടല്ലോ. ഞാൻ കൊടുത്തില്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. സാറ്റർഡേയും സൺഡേയും മാക്സിമം ബാങ്ക് ഷിഫ്റ്റ് ചെയ്യണം. നെതറ്റിൽ ഒരു വീട് വാങ്ങണം, എന്നിട്ട് ഈ വീട് റെന്റിന് കൊടുക്കണം. അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമാണ്. നീ റൈറ്റ് മൂവിൽ പുതിയ വീട് സെർച്ച് ചെയ്തായിരുന്നു? കഴിഞ്ഞ വർഷം ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയതിനൊപ്പം നിന്റെ ഇച്ചായന്റെ BP കൂടിയെന്ന് ഞാൻ കേട്ടല്ലോടി. ഈ വർഷം അത് താഴോട്ട് ഇറങ്ങുന്ന ലക്ഷണമുണ്ട്. പിന്നെ BP കൂടാതിരിക്കോടി. ഓരോ മാസവും മോർഗേജ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അച്ചായൻ അതൊന്ന് തുറന്നു നോക്കും. പിന്നെ ഒരു 10 മിനിറ്റ് അനക്കമില്ലാതെ ആ ഇരിപ്പാണ്. ആ ഇരിപ്പ് വേറെ ആരെങ്കിലും ആണ് കാണുന്നതെങ്കിൽ നെഞ്ചത്ത് കയറി CPR കൊടുക്കാൻ ആരംഭിച്ചു. എടി ഷീലേ, നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തത്? നാട്ടിൽ നമ്മുടെ കൂടെ പഠിച്ച മിനിയുടെ മോൻ ആരുടെ കൂടെ ഓടിപ്പോയെന്ന് വാട്സാപ്പിൽ ഓരോരുത്തരുടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നമ്മുടെ നേഴ്സിംഗ് കോളേജ് ഗ്രൂപ്പിൽ ഇടാൻ പോവുക. കുറെ നാളായി അവളെ ഞാൻ നോക്കി വെച്ചിരിക്കുവായിരുന്നു. ഓ, ആര് ഡിലീറ്റ് ചെയ്യാനാ? എടി, അത് കോളേജിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പ് അല്ല എന്ന് കഴിഞ്ഞ മാസം അവർ തീരുമാനിച്ചായിരുന്നു. ഇനി നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ തകർക്കും. എടി മേരി, നീയൊക്കെ ചേർന്ന പ്രസ്ഥാനം നശിപ്പിക്കരുത്. അതൊക്കെ പോട്ടെ ആൻസി. അടുത്ത ആഴ്ചത്തെ പെരുന്നാളിനിടാൻ നല്ലൊരു സാരി ആമസോണിൽ നോക്കിയപ്പോൾ പകുതി വിലയ്ക്ക് കിട്ടുമെന്ന്. ഇപ്പൊ ഓർഡർ ചെയ്ത പെരുന്നാളിന് മുമ്പ് വരുമോ ആവോ? നിനക്ക് പ്രൈം ഉണ്ടോടി? ചേച്ചി, ടെമുവിൽ നോക്കാം. കിട്ടിക്കഴിയുമ്പോൾ റിട്ടേൺ റിക്വസ്റ്റ് ചെയ്താൽ മതി. റീഫണ്ട് കിട്ടുകയും ചെയ്യും, സാധനം തിരിച്ചു കൊടുക്കുകയും വേണ്ട. എന്നാലും എന്റെ ആൻസി, നീ എവിടുന്നാണ് ഈ യുഗായ്പൊക്കെ പഠിച്ചത്? നിങ്ങൾ തോന്നിക്കാരെല്ലാം ഇങ്ങനെയാണോടി? എടി, ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാരെ ഒന്നും പറയരുത്. നമ്മുടെ ഇടവകയെ നോക്കിയാലേ അച്ഛൻ ഉൾപ്പെടെ ഞങ്ങളാ ഭൂരിപക്ഷം. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് അങ്ങ് ഉണ്ടാക്കിക്കളയും കേട്ടോ. അയ്യോ വേണ്ടേ, ഈ ഭദ്രാസനത്തിൽ നമ്മുടെ പള്ളിയിലെ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇനി നീയായിട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് യുകെയിലെ എന്റെ വീടിന്റെ റിയാലിറ്റിയാണ്. എടി സൂസി, നീ എന്തിനാണ് എന്റെ വീടിന്റെ റീൽസ് ഇടുന്നത്? എന്റെ ചേച്ചി, എന്റെ വീട് മുഴുവൻ വായ വലിച്ചിട്ടിരിക്കുകയാണ്. അതെടുത്ത് റീൽസ് ആക്കാൻ പറ്റുമോ? പിന്നെ ചേച്ചി ഏതായാലും വീട് സ്വന്തം എടുത്ത് ആണല്ലോ, അതിപ്പോൾ ഇവിടെ കിടക്കട്ടെ. എടി സുമി, നീ ഏത് സാരിയാ പെരുന്നാളിന് കൊടുക്കുന്നത്? എടി, എനിക്ക് സാരിയില്ല. നമ്മൾ കഴിഞ്ഞ MOVs കോൺഫറൻസിന് പോയപ്പോൾ അവിടുത്തെ പള്ളിയിലെ ട്രസ്റ്റിയുടെ സാരി ഇട്ട ആ മോഡേൺ ഡ്രസ് ഉണ്ടല്ലോ, അതേപോലെ ഒരെണ്ണം ഞാൻ ഷീൻ്റെ കാട്ടിൽ ഇട്ടിട്ടുണ്ട്. നീ ഒന്ന് നോക്കണേ, ഞാൻ ഷെയർ ചെയ്തേക്കാം.
എടാ സാരി നൈറ്റിന്റെ ഇപ്പൊ പോയി, നീ വേഗം വാ. പക്ഷേ വരുമ്പോ അവിടെ ഒപ്പിച്ചോണ്ട് വരണം കേട്ടോ. അതെ എന്റെ വിടുന്നത് ഇപ്പൊ തീർന്നു. നീ ഒരു കാര്യം ആ രാജേഷിനോട് വിളിക്കാൻ, സമയം കളയല്ലോ കേട്ടോ. എല്ലാം കൂടെ വേഗം വാ. എടാ സാബു, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് 2 അടിച്ചായിരുന്നു. ഞാൻ ഓൺലൈനിൽ ഭയങ്കര ഓഫർ നോക്കുവായിരുന്നു. ടെസ്കോയിൽ ഓഫർ തീർന്നു. മോർസിനിൽ ഒന്ന് നോക്കട്ടെ. വെള്ളവടി നല്ല ചിലവാ കേട്ടോ. അതേടാ, നമുക്ക് യൂട്യൂബിൽ നോക്കി ബാക്കിയൊന്ന് പഠിച്ചേക്കാം. നിനക്കറിയാമോ, ആ സ്പോർട്ടിങ്ങിന് നമ്മൾ ജോലിച്ചാണല്ലോ ഇപ്പൊ മേടിക്കാറില്ല. മാസത്തിലൊന്നും വാറ്റും കുട്ടൻ സാർക്കും പറഞ്ഞു കൊടുക്കുകയില്ല. ഈ വീഡിയോ ഹൗ ടു മേക്ക് സ്പിരിറ്റ് അറ്റ് ഹോം ഇൻ 5 minutes. എടാ 7 മണിയായി. നാളത്തെ കുർബാനയ്ക്ക് മധുവ സെറ്റ് ചെയ്യാൻ നമ്മൾ ചർച്ചിൽ പോകേണ്ടതല്ലേ? ട്രസ്റ്റിയുടെ മെസ്സേജ് ഗ്രൂപ്പിൽ വന്നായിരുന്നു. പോയോന്ന് ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ എന്തു പറയും? വെറുതെ കമ്മിറ്റി മെമ്പർ ആണെന്ന് പറഞ്ഞ് എന്താ മതിയോടാ? അതൊക്കെ പിന്നെ നോക്കാവുന്നേ. കുർബാന നാളെ എത്തിയോടാ. ഇപ്പോഴേ ഞാൻ ഞങ്ങളുടെ സ്കൂളിന്റെ ഗ്രൂപ്പില് വീഡിയോ കോൾ ചെയ്യാൻ പോവാ. ഗൾഫിലെ ചെക്കന്മാരൊക്കെ ഓൺലൈനിലുണ്ട്. വെള്ളിയാഴ്ചകളുണ്ടല്ലോ ഞങ്ങൾ ഇതിലെല്ലാവരുടെ വീഡിയോ കോൾ ചെയ്യും. അവന്മാരിപ്പോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കുറച്ചു നേരമായിട്ട്. എടാ സാബു, ഗ്രൂപ്പുകളൊക്കെ പിന്നെ ചെയ്യണ. നീ ആ വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്യേ. ഈ ശർക്കരയൊക്കെ എപ്പോഴാണ് ഇടേണ്ടത് ശരിക്കും നോക്കി വെക്കണേ. എല്ലാം കൃത്യമായിരിക്കണം. അതേടാ, വാറ്റ് പരാജയപ്പെട്ടാലേ നമ്മൾ വടിയാവുമെന്നും അവന്മാർ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. എത്ര എണ്ണോ വരച്ചത്. അതിന് കുവൈറ്റിലെ എല്ലാ വാണികളും ഇപ്പോൾ UK-യിലല്ലേടാ രാജേഷേ. ഈ വീട്ടിൽ ആരെങ്കിലും എന്നോട് സംസാരിക്കുമോ? ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കാൻ കൂടുന്നു? നാളെ കുർബാനയും കൊണ്ടല്ലേടാ. പെണ്ണുങ്ങൾ ബാങ്ക് ഷിഫ്റ്റും ഓൺലൈൻ സാരിതരയിലും പരദോഷം പറിച്ചു. ആണുങ്ങൾ കള്ളു കുടിക്കുന്നു, വാറ്റ യൂട്യൂബ് നോക്കുന്നു, സ്കൂൾ ഗ്രൂപ്പിൽ സംസാരിക്കുന്നു. എടാ, നാളെ പള്ളിയിൽ പോകണ്ടല്ലോടാ നിനക്കൊക്കെ. മതാചായ, പള്ളിയിൽ പോകാൻ പറ്റാത്തവർക്ക് ഞാൻ ടാബ്ലറ്റിൽ ഓൺലൈൻ കുർബാന വെച്ച് തരാം. സ്കെയിൽ നോക്കി കുശു വെച്ചാ പോരെ? ടാബ്ലറ്റ് കുർബാന കിട്ടുവാടാ. എന്റെ കർത്താവേ, ഇനി എന്തൊക്കെ കാണണം. നമ്മുടെ ട്രസ്റ്റ് പാപ്പച്ചാന്റെ അപ്പറുണ്ടല്ലോ ഷാജാൻ, അയാൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എടാ, അന്നേ നാട്ടിൽ നിന്നുണ്ടല്ലോ 2 വെട്ട് തുടങ്ങിയേ കാറ്റിലെല്ലാം കൂടെ പോയിക്കൊണ്ട് വന്നേക്കുവാ. ഞാൻ കണ്ടപ്പോ ചോദിച്ചു, ഷായിച്ചായ എന്തിനാ നിങ്ങൾ ഈ കാറ്റിലെല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പൊ അയാൾ പറയാ, നീയൊക്കെ എല്ലാവരും കൂടി വെട്ടിപ്പുടുങ്ങി തിന്നടാ ഉയരുന്നു. തെക്കോട്ടും വടക്കോട്ടുമാ കാച്ചിരിന്റെ വള്ളികൾ പാടിപ്പാടുന്നു. തെക്കോട്ടും വടക്കോട്ടുമാ കാച്ചിരിന്റെ വള്ളികൾ പാടിപ്പാടുന്നു. ഇന്ദ്രാവാലിയ കാച്ചിൽ ഇരങ്ങരെ വെട്ടിക്കുഴുങ്ങി തിന്നും. ഇന്ദ്രാവാലിയ കാച്ചിൽ ഇരങ്ങരെ വെട്ടിക്കുഴുങ്ങി തിന്നും. പാത്രങ്ങളൊന്നുമില്ല, ഉള്ളതൊരു കുട്ടക മാത്രമേ. പാത്രങ്ങളൊന്നുമില്ല, ഉള്ളതൊരു കുട്ടക മാത്രമേ. അഞ്ചാളെ കരുവാറത്തിൽ ചാലിച്ചായ 5-6 കാട്ടിൽ നട്ടു. 5 കരുവാറത്തിൽ
ചാതിക്കായ കഞ്ഞാറുള്ള ചെല്ലു തെക്കോട്ടും വടക്കോട്ടുമായി കാറ്റിന്റെ വള്ളികൾ പാറി പാടുന്നു തെക്കോട്ടും വടക്കോട്ടുമായി കാറ്റിന്റെ വള്ളികൾ പാറി പാടുന്നു. അയ്യോ, കറണ്ട് പോയി, നെറ്റും പോയി, വൈഫൈ ഓഫായി. അയ്യോ, എന്റെ ബ്രേക്കിംഗ് ന്യൂസ് ഗ്രൂപ്പിൽ പോയിട്ടില്ല. ആരെങ്കിലും ആ ഹോട്ട്സ്പോട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? നാശം. യുകെയിൽ സ്നോ വന്നാൽ റോഡ് ബ്ലോക്ക്, മഴ പെയ്താൽ ട്രെയിൻ ക്യാൻസൽ, വിൻഡ് വന്നാൽ ഇന്റർനെറ്റ് ഡെഡ്. ആ മേഴ്സി പോയതുപോലെ ഓസ്ട്രേലിയയിലേക്ക് വല്ലതും പോയാൽ മതിയായിരുന്നു. നീ എന്താ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു പോകുന്നത്? എന്തു പറ്റി? അത് പിന്നെ ഐസ് വീണ് റോഡെല്ലാം ബ്ലോക്കായി. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോക്ക് നടക്കില്ല. ഷിഫ്റ്റ് എല്ലാം ക്യാൻസലും ആയി. മദ്ബാവ സെറ്റ് ചെയ്യാൻ പള്ളി പോകാതെ കിച്ചണിലിരുന്ന് നിങ്ങൾ എന്താ പരിപാടി? ഓ, അത് പിന്നെ ഞങ്ങളിവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നേ. ഞങ്ങളപ്പം എല്ലാവരും കൂടിയിട്ടേ നമ്മുടെ അടുത്ത വാരിഷയിലല്ലേ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ചേർന്നിട്ട് നമ്മളെല്ലാവരും ഉണ്ടേ എല്ലാവരും ചേർന്ന് നമ്മളൊരു വാരിഷയ്ക്ക് വേണ്ടിയിട്ടൊരു നാടകം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ. വെള്ളിയാഴ്ചത്തെ കള്ളുകൂടി പേരിട്ടോ. ഇതാണോ മക്കളെ നിങ്ങളുടെ ആഘോഷം? ഒന്നുകിൽ പണം സമ്പാദിക്കാനുള്ള പരക്കം പാറ്റും, അല്ലെങ്കിൽ ഫോണിലെ വ്യാജ ലോകവും കള്ളുകൂടിയും പാട്ടും. നമ്മുടെ പള്ളിയും കുർബാനയും പെരുന്നാളും കൂട്ടായ്മയൊക്കെ നിങ്ങൾ മറന്നുപോയോ? പണവും ഓൺലൈൻ സൗകര്യങ്ങളും വേണം, പക്ഷേ അത് നമ്മുടെ ബന്ധങ്ങളെയും കടമകളെയും ഇല്ലാതാക്കുന്നത്. ഈ കള്ളുകുടി, അതും കുർബാനയുടെ തലേന്ന് രാത്രി, ഇതെല്ലാം ശാപത്തിനായി തീരും. 6 മാസമൊന്നും ഞാൻ അടയ്ക്കുന്നില്ല. പെട്ടെന്നൊരു ടിക്കറ്റ് നോക്ക്, ഞാൻ തിരിച്ചു പോവുകയാണ്. ആരും പതിവ് അറേഞ്ച് ചെയ്യാൻ വന്നിട്ടില്ല. ഞാൻ തന്നെ എല്ലാം ചെയ്തു. എന്നെ കൊണ്ട് തന്നെ കഴിയാൻ ചെയ്യാത്ത കുറെ കാര്യം കൂടി ഇനി ബാക്കിയുണ്ട്. ആ വലിയ ടേബിൾ എടുത്തൊന്ന് വെളിയിലിടണം, മറയൊന്ന് ശരിയാക്കണം. അവിടെ കറണ്ട് പോയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഒന്ന് വരുമോ? ക്ഷമിക്കണം ബാപ്പച്ച, ഞങ്ങൾക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ ഈ കുപ്പിയുടെ ആഘോഷമല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കരുത്. നാളെ കുർബാനയാണ്. മർബ ഒരുക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി വരാം. ശരിയാണ് സാബു. പവിത്രമായ കുർബാനയുടെ തലേന്ന് യാത്രയോട് ഒരുങ്ങേണ്ട നേരത്ത് നമ്മൾ ഈ ചെയ്യുന്ന വലിയ തെറ്റാണ്. ഈ മൊബൈലും ലഹരിയും നമ്മുടെ ആത്മീയത നശിപ്പിക്കുകയായിരുന്നു. ഇനി ഒരു ദിവസവും നമ്മളിങ്ങനെയൊന്നും ചെയ്യരുത്. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. വഴിതെറ്റിപ്പോയ നമ്മളെ തിരികെ വിളിക്കാൻ ദൈവം ഒരുക്കിയ നിമിഷമാണിത്. അതെ, ഈ ശനിയാഴ്ചയുടെ എന്നാൽ ഞങ്ങൾ സ്ത്രീകൾ വേഗം വീട്ടിലെ കാര്യങ്ങൾ ഒതുക്കാം. നാളെ മുതൽ കുർബാനയ്ക്ക് മുമ്പുള്ള സൺഡേ സ്കൂളിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് 8:30 തന്നെ എത്തിച്ചേരാം. കുട്ടികളെയും കൊണ്ട് രാവിലെ 8:30 തന്നെ സൺഡേ സ്കൂളിൽ എത്താൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. പള്ളിയിലെ മദ്ബാഹുന്നതിനും കുർബാനയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തം ആവശ്യമാണ്. ഇത് ട്രസ്റ്റിയുടെയോ സെക്രട്ടറിയുടെയോ മാത്രം ജോലിയല്ല, മറിച്ച് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. അവതരിപ്പിച്ച ഈ സ്കിറ്റ് നമ്മുടെ ഇടവകാംഗമായ ശ്രീമാൻ പ്രസാദ് ഡാനിയൽ രചിച്ചതാണ്.
ഈ സ്കിറ്റ് സ്വയം പരിശോധനയ്ക്കും ആത്മീയ ബോധവൽക്കരണത്തിനും വഴിയൊരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.